മാർക്കറ്റ് ട്രേഡറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് മാർക്കറ്റ് അനാലിസിസ് ആണ്. നമ്മൾ നിഫ്റ്റിയാണ് അനലൈസ് ചെയ്യുന്നത്. ഇന്ന് 2024 സെപ്റ്റംബർ 20 നിഫ്റ്റി ഇന്ന് ഒരു പുതിയ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തിരിക്കുകയാണ്. 25,850 എത്തിയിട്ട് പിന്നെ കുറച്ച് താഴ്ന്ന് 25,790.95 ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. നിഫ്റ്റി വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുകയാണ്, മുകളിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ടെക്നിക്കൽ അനാലിസിസ് അനുസരിച്ചിട്ട് നമ്മൾ ഇതിനെ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും മാർക്കറ്റിൻ്റെ ഇനിയുള്ള മുന്നോട്ടുള്ള മൂവ്മെൻറ്റ്സ് എന്ന് നമുക്ക് ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ടെക്നിക്കൽ അനാലിസിസിലൂടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ട്രെൻഡ് ലൈൻസ് ആണ്. നിഫ്റ്റിയുടെ മുകളിലേക്കുള്ള ഈ മൂവ്മെൻറ്റിനെ ട്രെൻഡ് ലൈൻസ് ഉപയോഗിച്ച് നമ്മൾ ചാർട്ട് ചെയ്തിരിക്കുകയാണ്. പ്രധാനമായിട്ടും രണ്ട് ട്രെൻഡ് ലൈൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ രണ്ട് ട്രെൻഡ് ലൈൻസ് ആണ്. ഇതിനുള്ളിലാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നിഫ്റ്റിയുടെ പൊസിഷൻ. മുകളിലുള്ള ട്രെൻഡ് ലൈൻ ഇപ്പോൾ വളരെ മുകളിലാണ്, ഏകദേശം 27,200 വരെ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇന്ന് മാർക്കറ്റ് 25,850 വരെ പോയിട്ട് താഴേക്ക് വന്നു. നാളെ ഈ മുകളിലേക്കുള്ള ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയും നിഫ്റ്റി മുകളിലേക്ക് പോവുകയും ചെയ്യുകയാണെങ്കിൽ അത് എവിടെ വരെ പോകും എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് 26,000 എന്നുള്ളത് സൈക്കോളജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷനാണ്. അങ്ങനെയുള്ളൊരു പൊസിഷനിൽ നല്ല ഒരു റെസിസ്റ്റൻസ് ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ കുറച്ച് നേരം മാർക്കറ്റ് അവിടെ തന്നെ ആ ഒരു പൊസിഷനിൽ തന്നെ, ആ ഒരു 26,000 എന്നുള്ളൊരു പൊസിഷനിൽ കുറേ നേരം സൈഡ് വൈസ് മൂവ്മെൻറ്റ് അഡോപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല സാധ്യതകളും നമുക്ക് തരാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ് 26,000 എന്നുള്ളത്. 25,000 നമ്മൾ ഇതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് 26,000. 26,000 ക്രോസ് ചെയ്ത് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റ് ഓരോ 100 പോയിന്റ്സിലും മാർക്കറ്റിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ട്. അതുകൂടാതെ നമ്മളുടെ ഈ ട്രെൻഡ് ലൈൻ നമുക്ക് കാണിച്ചു തരുന്ന മറ്റ് ഒരു റെസിസ്റ്റൻസും കൂടിയുണ്ട്. ഈ ട്രെൻഡ് ലൈനിൽ നമുക്ക് വേണമെങ്കിൽ നടുക്കൂടി മറ്റൊരു വരയും കൂടി വരയ്ക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ മാർക്കറ്റ് ഒരു പൊസിഷൻ വരെ മുകളിലേക്ക് പോയിട്ട് വീണ്ടും താഴേക്ക് വന്നു. അതുപോലെ തന്നെ ഇവിടെ മാർക്കറ്റ് താഴേക്ക് വന്ന് മുഴുവൻ താഴേക്ക് പോകാതെ പകുതിയോളം വന്നിട്ട് വീണ്ടും മുകളിലേക്ക് പോയി. ഈ രണ്ട് പൊസിഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പൊസിഷൻസ് ആണ്. ഇതിനെ നമുക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഈ രണ്ട് ട്രെൻഡ് ലൈനിന് നടുക്കുകൂടി മറ്റൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ കഴിയും. ഈ ട്രെൻഡ് ലൈൻ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് മുകളിലുള്ള ഈ ട്രെൻഡ് ലൈനിലേക്ക് എത്തും എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അതിന് മുന്നേ തന്നെ ഈ ട്രെൻഡ് ലൈനിൽ നിന്ന്, അതായത് നടുക്കുള്ള ഈ ട്രെൻഡ് ലൈനിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. നമ്മളിപ്പോൾ 26,000 വരച്ചു. 26,000 ഏകദേശം ഇതിന് നേരെ മുകളിൽ തന്നെ അവിടെ നമ്മൾ ഈ ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അവിടെ നിന്ന് അത് റിവേഴ്സ് ആവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു രീതിയിൽ നമുക്ക് തന്നെ കാണാം, ഒരു ക്രോസ് ലൈൻ വെച്ചിട്ട്. നാളെ മാർക്കറ്റ് ഈ അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയും അത് മുകളിലേക്ക് തന്നെ പോവുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഈ ട്രെൻഡ് ലൈൻ, നടുക്കുള്ള ഈ ട്രെൻഡ് ലൈനിൽ അത് ടച്ച് ചെയ്യുന്ന പോയിന്റ് ഏകദേശം ഇവിടെ ആയിരിക്കും. അവിടെ നമ്മൾ ഒരു മാർക്ക് നമ്മൾ വെക്കുകയാണെങ്കിൽ 26,071 ആ ഒരു ഏരിയ, അവിടെയാണ് നമുക്ക് ആ ഒരു റെസിസ്റ്റൻസ് കാണാൻ കഴിയുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് നാളത്തേക്ക്. ഓക്കെ, മറ്റന്നാൾ അത് കുറച്ചും കൂടി മുകളിലേക്ക് മാറും. പക്ഷെ നാളത്തേക്ക് ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 26,000 ക്രോസ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ 26,070 മാർക്കറ്റിന് മറ്റൊരു റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഈ 26,000 26,070 ആക്ച്വലി നല്ല ഒരു മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. ഇന്ന് മാർക്കറ്റ് നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു മുകളിലേക്ക്. 25,790 മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് 26,000 പോകാൻ നമുക്ക് ഏകദേശം ഒരു 210 പോയിന്റ്സിന്റെ യാത്ര കൂടി ചെയ്യേണ്ടതുണ്ട്. അതിന് മുകളിലേക്ക് പോവുകയാണെങ്കിലാണ് 26,071
റെസിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റും കൂടി ഒന്ന് മാർക്ക് ചെയ്യുകയാണ് ചെയ്തിട്ട് 26,071 മാർക്ക് ചെയ്തു. റൈറ്റ്. അപ്പോൾ അതിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ ഈ ട്രെൻഡ് ലൈൻ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകണം. അതിന് മുകളിൽ മറ്റൊരു ട്രെൻഡ് ലൈൻ ഉണ്ട്. നമുക്കപ്പോൾ അതിനെ ആ സമയത്ത് തന്നെ എവിടെ വരെ പോകുമെന്ന് അനലൈസ് ചെയ്യാം. മാർക്കറ്റ് എവിടെ നിന്ന് വന്നു എന്ന് നോക്കിയാൽ നമുക്ക് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസും സപ്പോർട്ടും കിട്ടും. മാർക്കറ്റ് താഴെ നിന്ന് മുകളിലേക്ക് കയറി വരികയാണ്. എവിടെ നിന്നാണ് മാർക്കറ്റ് കയറി വരുന്നത്? മാർക്കറ്റ് കയറി വരുന്നത് ഇവിടെ നിന്നാണ്. ഇതൊരു സപ്പോർട്ടാണ്, പ്രധാനപ്പെട്ട സപ്പോർട്ടാണ്. അതിനും മാർക്കറ്റ് എവിടെ നിന്നാണ് ആ പൊസിഷനിലേക്ക് വന്നത്? അത് ഇവിടെ നിന്നാണ്. അപ്പം ഇവിടെ നമ്മൾ ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്താൽ അത് മറ്റൊരു റെസിസ്റ്റൻസ് ആയിരുന്നു ആ സമയത്ത്. ഇപ്പോൾ അത് വീണ്ടും ഒരു സപ്പോർട്ടായി മാറിയിരിക്കുകയാണ്. കാരണം മാർക്കറ്റ് അതിന് മുകളിലേക്ക് വന്നു. ഇപ്പോൾ താഴേക്കിന് മാർക്കറ്റ് പോവുകയാണെങ്കിൽ അതൊരു സപ്പോർട്ടായി വർക്ക് ചെയ്യും. അപ്പം നമുക്കിപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ പൊസിഷൻ്റെ താഴെയുള്ള രണ്ട് പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവൽസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഒന്ന് 25,340, രണ്ട് 24,800. ഈ രണ്ട് പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽസ് ആണ്. മുകളിലേക്ക് പോവുകയാണെങ്കിൽ 26,000 ഒരു സ്വാഭാവികമായിട്ടുള്ള റെസിസ്റ്റൻസും 26,070 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു റെസിസ്റ്റൻസുമാണ്. അവിടുന്ന് മാർക്കറ്റ് ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ട്രെൻഡ് ലൈൻ മുകളിലുണ്ട്. ആ ട്രെൻഡ് ലൈനാണ് നമ്മളുടെ അടുത്ത ലക്ഷ്യം. അതിന് മുന്നേ മാർക്കറ്റ് ഈ 26,000 26,070 ഇടയിൽ കുറച്ച് നേരം സൈഡ് വൈസ് മൂവ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. ഓക്കെ, ശരി. അപ്പം നമുക്കിനി ഇപ്പോൾ ഡെയിലി കാൻഡിൽസിൻ്റെ ബേസിസിലുള്ള ഒരു അനാലിസിസ് നമ്മൾ ഏകദേശം നടത്തുകയാണ്. ഇനി നമുക്ക് 15 മിനിറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡെയിലി മൂവ്മെൻറ്റ്സ് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് 15 മിനിറ്റ്സ് ചാർട്ട്. ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുമ്പോൾ 5 മിനിറ്റ്സ് ചാർട്ടും 15 മിനിറ്റ്സ് ചാർട്ടും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ മൂവ്മെൻറ്റ്സ് ആണ് ഈ കാണുന്നത്. ഓക്കെ, ഇന്ന് മാർക്കറ്റ് ഒരല്പം ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു, കുറച്ച് താഴേക്ക് വന്ന് വീണ്ടും മുകളിലേക്ക് കയറി. പിന്നെ നല്ല ഒരു ഫോൾ ആഫ്റ്റർനൂണിൽ നമുക്കൊരു 13:30 1:30 ആയപ്പോൾ നല്ലൊരു ഫോൾ ഉണ്ടായി. അത് കഴിഞ്ഞ് വീണ്ടും മാർക്കറ്റ് തിരിച്ചത് മുഴുവൻ റിക്കവർ ചെയ്തു കയറിയിട്ട് ഇന്ന് ക്ലോസ് ചെയ്തത് ഇന്നത്തെ ഏറ്റവും ടോപ്പ് പൊസിഷന് അടുത്ത് തന്നെയാണ്. അപ്പം വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഇന്ന് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിഞ്ഞത്. നമുക്ക് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷനൊക്കെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഈ താഴെയുള്ള ഈ ലൈൻ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ലൈനാണ്, ഒരു സപ്പോർട്ട് ലൈനാണ്. മുകളിൽ സ്വാഭാവികമായും ഇതും മറ്റൊരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ലൈനാണ്. ഏകദേശം 807, 810 ആ ഒരു ലെവൽ. ഇവിടെ നിന്ന് മാർക്കറ്റ് നാളെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് ഏകദേശം 26,000 വരെ പോകുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. നമ്മളിവിടെ ഓൾറെഡി നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് റെസിസ്റ്റൻസ് ലൈൻസ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമ്മളുടെ ട്രെൻഡ് ലൈൻ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. സോ അതൊരു നല്ല സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയയാണ് 26,000 എന്ന് പറയുന്നത്. 26,000-നും 26,070 ഇടയിൽ മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ അവിടെ സൈഡ് വൈസ് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ മാർക്കറ്റ് അവിടെ ചെന്നിട്ട് വളരെ ഷാർപ്പായിട്ട് റിവേഴ്സ് ആയെന്നും വരാം. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയ ആണത്. അതുകൊണ്ട് അവിടെ നമ്മുടെ മാർക്കറ്റ് ഉയർന്ന് അവിടേക്ക് എത്തുമ്പോൾ 26,000-ലേക്ക് എത്തുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം പിന്നെ അവിടെ മുകളിലേക്കുള്ള ട്രേഡ് എടുക്കാൻ. വെയിറ്റ് ചെയ്ത് മാർക്കറ്റ് ക്ലിയർ ആയിട്ടുള്ള ഇൻഡിക്കേഷൻസ് തന്നതിന് ശേഷം മാത്രമേ 26,000 മുകളിലേക്കുള്ള ട്രേഡ് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഓൾറൈറ്റ്. അപ്പോൾ നാളെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഇന്ന് മാർക്കറ്റ് എവിടെയാണോ ക്ലോസ് ആയത് അതിന് മുകളിൽ ഒരല്പം ഗ്യാപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇന്നത്തെ ബുള്ളിഷ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു എന്നർത്ഥം. ചിലപ്പോൾ സാധാരണഗതിയിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സ്വാഭാവികമായിട്ട് കുറച്ച് താഴേക്ക് വന്ന് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം തിരിച്ച് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇന്ന് അങ്ങനെ ഒരു ട്രെൻഡ് നമ്മൾ കണ്ടു. മാർക്കറ്റ് ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയി, അതിനുശേഷം മാർക്കറ്റ് തിരിച്ചു വന്ന് ഇന്നലെ എവിടെയാണോ ക്ലോസ് ചെയ്ത് ആ ഒരു പൊസിഷനിലേക്ക് വന്നതിന് ശേഷം ആ ഗ്യാപ്പ് ഫില്ലായി, അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്തു. ഇതുപോലെ തന്നെ നാളെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സിനാരിയോ കാണാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എപ്പോഴും അങ്ങനെ ആയിരിക്കണം നിർബന്ധമില്ല. ചിലപ്പോൾ മാർക്കറ്റ് അവിടെ സ്ട്രെയിറ്റ് നേരെ മുകളിലേക്ക് മൂവ് ചെയ്യാനും സാധ്യതയുണ്ട്, ആ ഗ്യാപ്പ് അങ്ങനെ തന്നെ വിട്ടിട്ട്. പക്ഷേ സാധാരണഗതിയിൽ ഏറിയ പങ്കും നമ്മൾ കാണുന്നത് മാർക്കറ്റ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം മുകളിലേക്ക് പോകുന്നതാണ്. ഇനി ഇന്ന് മാർക്കറ്റ് എവിടെയാണോ ക്ലോസ് ആയത് അതിന്
അടുത്തുള്ള ഏതെങ്കിലും ഒരു ഏരിയയിലാണ് നാളെ ഓപ്പൺ ആവുന്നതെങ്കിൽ മാർക്കറ്റ് അവിടെ 1-2 ക്യാൻഡിൽ അല്ലെങ്കിൽ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇന്നത്തെ ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അതല്ല, നാളെ അത് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ മാർക്കറ്റ് പോകാൻ കഴിയുന്ന അല്ലെങ്കിൽ മാർക്കറ്റിന് സപ്പോർട്ട് കിട്ടാൻ കഴിയുന്ന ചില സപ്പോർട്ട് ലെവൽസ് ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമുക്കത് മാർക്ക് ചെയ്യാം. അതിന് മുന്നേ ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത ഈ ലെവൽ, അതായത് 25,543, 550 ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു സപ്പോർട്ട് ലെവൽ ഉണ്ട്. പക്ഷെ അതിന് മുന്നേ ഏകദേശം 25,639, 640 ലെവലിൽ നമുക്ക് മറ്റൊരു സപ്പോർട്ടും കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ നടുക്കായിട്ട് 25,820 മകൾ താഴേക്ക് പോകണമെങ്കിൽ 25,650 എത്തുമ്പോൾ നമുക്ക് അവിടെ ഒരു സപ്പോർട്ട് ഉണ്ടാവാം. അവിടും താഴേക്ക് പോകണമെങ്കിൽ 25,550 അടുത്തൊരു സപ്പോർട്ട് ഉണ്ടാവാം. അവിടും താഴേക്ക് പോവുകയാണെങ്കിൽ ഈ 25,380, 25,400 ആ ഒരു ലെവലിൽ നമുക്ക് അടുത്ത സപ്പോർട്ട് ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ട്, ഏകദേശം 400 ലെവലിൽ. ഓക്കെ, ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഒരു പൊസിഷനിങ്. നാളെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും അത് അടുത്ത ടാർഗറ്റ് 26,000 ആണ്. ഇനി അതിന് എവിടെയെങ്കിലും വെച്ച് മാർക്കറ്റ് റിവേഴ്സ് ആകുമോ എന്നുള്ളൊരു സംശയം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മളുടെ ഈ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതായിരുന്നു മാർക്കറ്റിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡൗൺ മൂവ്മെൻറ്റ്. ഇവിടെ നിന്ന് മുകളിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ 1.618 ആണ് അടുത്തൊരു നല്ല സ്ട്രോങ് പൊസിഷൻ. അത് 25,963 ആണ്. 25,963 എന്ന് പറയുമ്പോൾ 26,000 വളരെ അടുത്താണ്. ആ ഒരു ഏരിയയിൽ വെച്ചിട്ട് മാർക്കറ്റ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതിന് മുകളിലേക്ക് പോകുകയാണെങ്കിൽ പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ലെവൽ വരുന്നത് ഫിബൊനാച്ചിയിലെ 2 പൊസിഷൻ, അതായത് 26,075 അടുത്ത ഒരു റെസിസ്റ്റൻസ് കാണുന്നത്. അത് നമ്മളുടെ ഈ ട്രെൻഡ് ലൈനിൻ്റെ വളരെ അടുത്താണ്. അപ്പം 26,071 നമ്മൾ നേരത്തെ മാർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയും വളരെ ശക്തമായിട്ടുള്ള റെസിസ്റ്റൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു 2 പൊസിഷൻ നമ്മൾ വളരെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം. 26,000 അതുപോലെ 26,070 അടുത്തെത്തുമ്പോഴും. ഓക്കെ, അവിടെയൊക്കെ നമുക്ക് റിവേഴ്സ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അവിടെ എല്ലാം ക്രോസ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ ഉള്ള ശക്തമായിട്ടുള്ള റെസിസ്റ്റൻസിനുള്ള സാധ്യത 26,240 നമുക്കത് കൂടി മാർക്ക് ചെയ്യാം. ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ഈ പൊസിഷൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ടൂൾ എടുത്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് 25,820 പൊസിഷനിലാണ്. അത് അവിടുന്ന് മുകളിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ 26,000 വരെ പോകാം. 26,000-ലും 26,070 ഒക്കെ റെസിസ്റ്റൻസ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ എല്ലാം ബ്രേക്ക് ചെയ്ത് ഇത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ 26,234, 235 വരെ പോയാൽ അവിടെയും ഒരു റെസിസ്റ്റൻസിന് സാധ്യതയുണ്ട്. താഴേക്ക് പോവുകയാണ് മാർക്കറ്റെങ്കിൽ താഴെ 25,655-ലും 25,543-ലും നല്ല സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അവിടെയും ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ 25,400-ൽ ആണ് അടുത്ത സപ്പോർട്ട് കാത്തിരിക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ പൊസിഷൻ. നാളെ ഇതനുസരിച്ച് ട്രേഡ് ചെയ്യുക. ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡാണ് ഇപ്പോൾ കാണുന്നത്. മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ വെമ്പി നിൽക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് ട്രേഡ് ചെയ്യുക. നാളെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നാളെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു അനാലിസിസ് വീഡിയോയുമായി വീണ്ടും വരാം. എല്ലാവർക്കും നമസ്കാരം.